ആഫ്റ്റർ 10th വൈ കൊമേഴ്സ്? ഇപ്പോൾ SLC റിസൾട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണ് നിങ്ങളെല്ലാവരും. ഇതിന് ശേഷം +1 വരുന്ന സമയത്ത് സയൻസ് വേണോ, കൊമേഴ്സ് വേണോ, ഹ്യൂമാനിറ്റീസ് വേണോ, ഇങ്ങനെ ഒരുപാട് ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. ഇതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ അറിയാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്ട്സ് എടുത്തു പഠിക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടെ നമുക്ക് +1 +2 അവൈലബിൾ ആണ്. ഇപ്പോൾ നമുക്ക് 10th വരെ കുറച്ച് ബുദ്ധിമുട്ടുള്ള വിഷയങ്ങളുണ്ടെന്ന് വിചാരിക്കുക. ആൻഡ് അത് ഒഴിവാക്കി നമുക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്ട്സ് എടുത്ത് പഠിക്കാനുള്ള ഒരു ഓപ്ഷൻ +1 നമുക്കുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾ ഏത് ജോലിക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നു അതിനനുസരിച്ച് മേ ബി +1 +2 സൈക്കോളജി ഒരു വിഷയമായിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. ആന്ത്രോപോളജി, അതുപോലെ ഒരുപാട് വിഷയങ്ങൾ നമുക്ക് കോമ്പിനേഷൻസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഏത് കോമ്പിനേഷനാണ് നിങ്ങൾ എടുക്കേണ്ടത്, ആ കോമ്പിനേഷൻസ് ഏതൊക്കെ സ്കൂളിലാണ് ഉള്ളത്, ഇതൊക്കെ നിങ്ങൾ നോക്കി വെക്കേണ്ട കാര്യങ്ങളാണ്. ഇനി കൊമേഴ്സിൻ്റെ കേസിലേക്ക് വരികയാണെങ്കിൽ ആദ്യമായിട്ട് നിങ്ങൾ പഠിക്കുന്ന വിഷയങ്ങളാണ് അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ്, എക്കണോമിക്സ്. ആൻഡ് അതിൽ തന്നെ ഒരുപാട് ഓപ്ഷൻസ്, വ്യത്യാസങ്ങൾ വരുന്നുണ്ട്, കുറേ കോമ്പിനേഷൻസ് വരുന്നുണ്ട്. അതായത് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ കൊമേഴ്സിൽ കമ്പ്യൂട്ടർ കൊമേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ പൊളിറ്റിക്കൽ സയൻസ് നിങ്ങൾക്ക് പഠിക്കാം, സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കാം, മാത്സ് പഠിക്കാം. സോ ഇതിൽ നിങ്ങൾക്ക് ഏത് കോമ്പിനേഷനാണ് നിങ്ങൾക്ക് ആഗ്രഹം, സോ ഏതാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്, അത്തരത്തിലുള്ള കോമ്പിനേഷൻസ് സെലക്ട് ചെയ്യാൻ വേണ്ടി നോക്കാം. ആൻഡ് ഈ അടുത്ത് നിങ്ങൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും +1 +2 എക്സാം പാറ്റേൺ മാറിയിട്ടുണ്ട്, കുറേ വ്യത്യാസപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. സോ ഇതൊക്കെ എങ്ങനെയാണ് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുക? തുടക്കം തൊട്ട് തന്നെ ബേസ് സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്. പുതിയ വിഷയങ്ങളാണ് പഠിക്കുന്നത്, അത് കാരണം തന്നെ ആദ്യം തൊട്ട് പഠിക്കുന്നത് കൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ബേസ് സെറ്റ് ആക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേ സിസ്റ്റമാറ്റിക് ആയിരിക്കണം. എന്തൊക്കെ പഠിക്കണം, എക്സാമിന് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. സോ ഇത്തരത്തിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. 10th നിന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ചൊരു ഹയർ ലെവലാണ് നമ്മൾ +1 +2 സബ്ജക്ട്സ് ആയാലും ക്വസ്റ്റ്യൻസ് വരുന്ന രീതികളായാലും. സോ ഇപ്പോൾ ഞാൻ കുറേ കോമ്പിനേഷൻസിനെ പറ്റി നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സൈലത്തിൻ്റെ യുവ ബാച്ച് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അവിടെ നിങ്ങൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആയാലും പൊളിറ്റിക്കൽ സയൻസ് ആയാലും മാത്സ് ആയാലും സ്റ്റാറ്റിസ്റ്റിക്സ് ആയാലും ഒക്കെ നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണ്. തുടക്കം തൊട്ട് തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പഠിച്ചു പോകാനും എല്ലാം സെറ്റ് ആക്കാനും വേണ്ടി നിങ്ങൾക്ക് പറ്റും. സോ ഇതുവരെ യുവ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാത്ത ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ തന്നെ താഴത്തെ നമ്പറിൽ നിങ്ങൾ വിളിച്ച് നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പാക്കുക.